ഞാനിതിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ പേര് അപർണ വിവേക്. ഒരു പുതുമയുള്ള ഒരു സബ്ജക്റ്റാണ്. ഡെഫിനറ്റ്ലി ഒരു ചെറിയ സിനിമയാണ്, പക്ഷേ എൻ്റർടൈനിങ് ആണ്, സസ്പെൻസ് ഉണ്ട്, പിന്നെ കുറച്ചൊരു ഇമോഷണലി നമ്മൾ ടേക്ക് ത്രൂ ചെയ്യുന്നൊരു മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇതെൻ്റെ 4ാമത്തെ സിനിമയാണ്. അപ്പോൾ സ്വയം വിലയിരുത്തുന്നത് നമുക്ക് അത്ര ഇതല്ല. ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് നമ്മൾ കാണുമ്പോൾ തോന്നുക. ഇനി അടുത്ത വരുന്ന സിനിമകളിൽ അത് ആ കുറവുകൾ നികത്താൻ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യും. താങ്ക് യു. ഞാനിതിൽ അപർണയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ്, അതായത് ഫറച്ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഒരു ഡോക്ടർ കൂടെയാണ്, ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഈ കഥയുമായിട്ട് ചെയ്ത സമയത്ത് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും പോയി സിനിമ കണ്ട് വിജയിപ്പിക്കണം. ഞാൻ ഫറയുടെ ഫ്രണ്ടായിട്ടാണ് ചെയ്യുന്നത്. നല്ലൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫിലിമാണ്. ഇതുവരെ കാണാത്ത കുറേ സ്റ്റോറീസും കുറേ ട്വിസ്റ്റൊക്കെ ഇതിലുണ്ട്. ലവ് സ്റ്റോറിയാണ്. സോ ഇതുവരെ ഇങ്ങനെ ഒരു സ്റ്റോറി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് പെൺകുട്ടികൾ, കൂടുതലും ഫീമെയിൽ ഓറിയൻറ്റഡ് ഒരു മൂവിയാണ്. പെൺകുട്ടികൾ കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് സന്തോഷമായി. കാരണം ഫസ്റ്റ് ഫിലിമാണ്. സോ ഒരുപാട് ആഗ്രഹിച്ച ഒരു മൊമെൻ്റാണ്. സോ അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഹാപ്പിയാണ്. എൻ്റെ പേര് നിശാന്താണ്. ഞാൻ ഇതിൻ്റെ നായികയുടെ ഫ്രണ്ടായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അബ്രഹാം രാധാകൃഷ്ണൻ നായകനാകുന്ന ആദ്യത്തെ മൂവിയാണ്. രഞ്ജിത്താണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പം നിങ്ങളെല്ലാവരും ഈ മൂവി ഒന്ന് കാണണം. കാരണം നല്ലൊരു കണ്ടൻറ്റ് ഈ മൂവിക്കകത്തുണ്ട്. ഒരു ലവ് സ്റ്റോറിയാണ്. എന്തായാലും കാണും. പിന്നെ ഫസ്റ്റ് ടൈം ഞാൻ സ്ക്രീനിൽ വന്നതിൻ്റെ ഒരു ഇതിലാണ്. ഓക്കെ ബാക്കി ഇതിനെക്കുറിച്ചെല്ലാം ഡയറക്ടർ രഞ്ജിത്ത് പറയും. താങ്ക് യു. ഞാൻ പടത്തിൻ്റെ ഡയറക്ടറാണ്. അത് നല്ലൊരു അതെ, തീർച്ചയായിട്ടും നമ്മളൊരു ഡിഫറെൻ്റ് ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട്. അത് ആൾക്കാർക്ക് അത്യാവശ്യം നന്നായിട്ട് വർക്കായി എന്നാണ് ഇപ്പം അറിയപ്പെടുന്നത്. ഇപ്പോൾ നല്ലൊരു മഴയൊക്കെയാണ്. രാവിലെ ഒരു സ്ലോ സ്റ്റാർട്ടായിരുന്നു. എന്നാലും കണ്ടന്റ് വൈസ് കയറി വരുന്നൊരു പ്രതീക്ഷയുണ്ട്. താങ്ക് യു സോ മച്ച്. നല്ല പടമായിരുന്നു. ഒരു വിചാരിക്കാത്തൊരു ക്ലൈമാക്സ് ആയിരുന്നു. എന്തായാലും അത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമാക്സ് ആണ്. ഇഷ്ടപ്പെട്ടു. നല്ലത്. ഇഷ്ടപ്പെട്ടു. ഇതൊരു കാണാത്ത ഒരു കഥയായിരുന്നു. ഫാമിലി ഓഡിയൻസിന്, പിള്ളേർക്കല്ല, ഒരു അത്യാവശ്യം ഏജ് ആയിട്ടുള്ള നല്ല മൂവിയായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരിതായിരുന്നു. നല്ല മൂവിയാണ്. ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു. കഥ നമുക്ക് കാണാത്ത രീതിയിലൊരിതായിരുന്നു. കൊള്ളാം. ഇഷ്ടപ്പെട്ടു. സ്യൂട്ടബിൾ ആണ്. ശരിക്കും നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ കാണുന്നുണ്ട്. അതെ, ശരിക്കും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ലതാണ്. നന്നായിരുന്നു. അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു. പെർഫോമൻസ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ലത്. നല്ല പടമായിരുന്നു. ഇഷ്ടമായി. പെർഫോമൻസ് ഒക്കെ നല്ലതായിരുന്നു. കഥ ഇഷ്ടമായി. അടിപൊളിയായി. ശ്രദ്ധിക്കണം. പാരൻസൊക്കെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അത്രയേ ഉള്ളൂ. എടുത്തു ചാടി ഒന്നും അങ്ങനെ ചെയ്യരുത്. ഇതൊക്കെ ഒരു പാഠമാണ്. അങ്ങനെ നല്ലതായിരുന്നു. നല്ല പടമായിരുന്നു. ഇഷ്ടമായി. നല്ല സിനിമയായിരുന്നു. പുതിയ വിഷയമാണല്ലോ. വിഷയം ഒരു പുതിയ ടൈറ്റിലാണ്. അതുകൊണ്ട് നല്ല പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഞാൻ കുറേ 2-3 വർഷത്തിന് ശേഷം പടം കാണും. നല്ല അടിപൊളി. ക്ലൈമാക്സ് സൂപ്പറായിട്ടുണ്ട്. ലാസ്റ്റ് വന്ന സീനൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ്. അടിപൊളി. സൂപ്പറായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അടിപൊളി. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇഷ്ടപ്പെട്ടു. നന്നായിട്ട്.